സഹോദരങ്ങളെ, നന്മയുടെ പൂമരമായി ജീവിച്ച് മറഞ്ഞുപോയ ഒരാളുടെ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള ചില കാര്യങ്ങൾ അവയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിക്കുന്നത്. നാം കാണേണ്ടത് വ്യക്തിയുടെ വ്യക്തിയെ ഡോക്ടർ ഇബ്രാഹിം സാഹിബിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ആ ജീവിതം ഒരു തുറന്ന പുസ്തകമായി യാഥാസ്ഥിതികത്തിൽ ഉൽപ്പതിഷ്ണുവായും ഉൽപ്പതിഷ്ണുക്കളിൽ യാഥാസ്ഥികനായും ജീവിച്ചിരുന്നവരാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ ലഭിക്കാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വൈദ്യസേവനത്തിനിടയിലും എല്ലാ ബന്ധപ്പാടുകൾക്കിടയിലും ചിന്തിക്കുകയും തന്നാൽ കഴിയുന്നത് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം സാഹിബ്. അദ്ദേഹത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ തന്നെ ആ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. തന്റെ അവകാശത്തിനനുസരിച്ച് ഈ പ്രദേശത്ത് എന്തെങ്കിലും ആവണം ചെയ്യണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. MES വടകരയിൽ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം സാഹിബ് മുൻപന്തിയിലുണ്ടായിരുന്നു. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ സാഹിബ് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വന്നപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഓർമ്മിക്കുക. ചില തടസ്സങ്ങളുണ്ടായിട്ട് പോലും അവയുടെ മുൻപന്തിയിലും അത് ഞാൻ നിർവഹിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ് എന്ന മുൻകരുതലുള്ളതിന്റെ പേരിൽ മാത്രം വി അസൻകുട്ടി സാഹിബ്, ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ എന്നിവരോടൊപ്പം അണ്ണാറക്കണ്ണൻ തന്നാറായത് എന്ന് പറഞ്ഞതുപോലെ തന്റെയും കഴിവിനനുസരിച്ച് ഈ പ്രദേശത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി ഇബ്രാഹിം സാഹിബ് ഉണ്ടായി. ഞങ്ങളുടെ എന്റെയും പ്രൊഫസർ PV അബ്ദുള്ളയുടെയും പ്രൊഫസർ KK മഹമൂദിന്റെയും മൊയ്തു മാസ്റ്ററുടെയും അങ്ങനെ പലരുടെയും ഒരു വികാരമായിരുന്നു ഡോക്ടർ ഇബ്രാഹിം സാഹിബ്. ഞങ്ങളുടെ മനസ്സിനെ പ്രത്യേകമായി സെന്റിമെന്റലൈസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ഇബ്രാഹിം സാഹിബ്. ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തൊക്കെയൊരു നഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച അറിയുന്നില്ല പിരിഞ്ഞുപോയി. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ഇന്റൻഷൻ വന്നപ്പോഴേ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇബ്രാഹിം സാഹിബ് പോലും അരിഷ്ടം പിടിക്കാനല്ല. അങ്ങനെ പോയിട്ടില്ല. അത്രയധികം എല്ലാം കൊണ്ടും അടുത്തടുപ്പിക്കുക ഒരു വ്യക്തി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത്, സുഹൃത്തുക്കൾക്ക് ഓർമ്മിക്കാനുള്ളത്, ടാസിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഇബ്രാഹിം സാഹിബിനെയാണ്. ടാസ് താഴെങ്ങാടി സർവീസ് സൊസൈറ്റി അതിന്റെ ആജീവനാന്ത ട്രഷറായിരുന്നു ഇബ്രാഹിം സാഹിബ്. ഞങ്ങൾക്ക് അതിന് ഒരു ഓഫീസോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും
ഞങ്ങളുടെ തീരുമാനങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ആ കൊച്ചുമുറിയിൽ കൺസൾട്ടിംഗ് റൂമിലായിരുന്നു എന്നുള്ളതാണ്. പല പദ്ധതികളും അക്കാലത്ത് ഞങ്ങളുടെ മനസ്സിന്റെ വ്യത കൊണ്ട് ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള എന്തൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ ഫലമായി ഞങ്ങൾ അന്ന് രൂപീകരിച്ച ടാസിന്റെ പ്രവർത്തന മണ്ഡലത്തിലുണ്ടായിരുന്ന ചിലതായിരുന്നു ഗൃഹജ്യോതി, വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ വൈദ്യുതി എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അങ്ങ് പല ഭാഗങ്ങളിലും നമ്മുടെ താഴേക്കാടിലെ പല പ്രദേശങ്ങളിലും ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുടെ ജീവിത രീതി, സൗകര്യങ്ങൾ. അപ്പൊ ഓരോ വീടുകളിലും ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകുക എന്നായിരുന്നു മറ്റൊരു ഞങ്ങളുടെ ലക്ഷ്യമില്ല. ഏറ്റവും പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. 1996 MUM റിസൾട്ട് 16% എന്നതാണ്. 1997 ടാസിന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ MUMന്റെ PTA പ്രസിഡന്റായിരുന്നു. 97 അത് 53% എന്നതാണ്. പിന്നീട് ആ മഹാസ്ഥാപനത്തിന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞങ്ങൾക്ക് MUMലെ അധ്യാപകരിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ